Hello students. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്താ പഠിച്ചത്? കഴിഞ്ഞ ക്ലാസ്സിൽ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ റൂട്ടിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മുടെ സ്റ്റെമ്മിനെ കുറിച്ചും പഠിച്ചു കഴിഞ്ഞു. ഇനി പഠിക്കാനുള്ളത് ലീഫിനെ കുറിച്ചാണ്. ഇതാണ് ലീഫ്. ഓക്കെ, എല്ലാവർക്കും ലീഫിന്റെ സ്ട്രക്ചർ അറിയാം. ഇത് സ്റ്റെം ആണെങ്കിൽ അപ്പോൾ എ ടിപ്പിക്കൽ ലീഫ് കൺസിസ്റ്റ് ഓഫ് മെയിൻലി 3 പാർട്സ്. ഏതൊരു ലീഫ് എടുത്തിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് 3 പാർട്സ് ഉണ്ട്. which are they are first one is leaf base. ലീഫിന് ബേസ് ഉണ്ട്. then petiole. ലീഫിന് petiole ഉണ്ട്. ഇനി എന്താണ്? ലീഫിന് ലാമിന ഓർ ലീഫ് ബ്ലേഡ് ഉണ്ട്. പിക്ചർ നോക്കുകയാണെങ്കിൽ ലീഫ് ബേസ് ആണ്. ഈ ബേസ് എന്ന് പറയും ലീഫ് ബേസ്. ഈ പോർഷൻ petiole എന്ന് പറയും. ഫ്ലാറ്റൻ ലീഫ് സ്ട്രക്ചർ എന്ന് പറയും ലാമിന അഥവാ ലീഫ് ബ്ലേഡ് എന്ന് പറയും. ഇതാണ് ഒരു ലീഫിന്റെ മെയിൻ ആയിട്ടുള്ള 3 പാർട്സ്. ഇനി ഓരോ പാർട്സിന്റെയും ഫംഗ്ഷൻ നോക്കാം, എന്തിനുള്ളതാണ് നോക്കാം. ഓക്കെ, ലീഫ് ബേസ് എന്താണ്? ലീഫ് ബേസ് ഈസ് ദ റീജിയൻ വേർ ദ ലീഫ് ഈസ് അറ്റാച്ച്ഡ് ടു ദ സ്റ്റെം. ഒരു സ്റ്റെമ്മുമായിട്ട് ലീഫ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഭാഗത്തിന് എന്ത് പറയും? അതിന്റെ ലീഫ് ബേസ് എന്ന് പറയും. ഇറ്റ് ഈസ് ദ റീജിയൻ വേർ ദ ലീഫ് ഈസ് അറ്റാച്ച്ഡ് ടു സ്റ്റെം. അപ്പം ഒരു ലീഫ് സ്റ്റെമ്മുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഭാഗത്തിന് എന്ത് പറയും? അതിന്റെ ലീഫ് ബേസ് എന്ന് പറയും. നെക്സ്റ്റ് വൺ petiole. petiole എന്ന് പറയുന്നത് എന്താണ്? ഈ നീണ്ടു കിടക്കുന്ന ലീഫിന്റെ താഴെയുള്ള പോർഷൻ എന്ത് പറയും? petiole എന്ന് പറയും. petiole എന്താണ്? ഇറ്റ് ഈസ് ദ സ്റ്റോക്ക് ഓഫ് ദ ലീഫ്. എന്താണ്? petiole ഈസ് ദ സ്റ്റോക്ക് ഓഫ് ദ ലീഫ്. ഒരു ലീഫിന്റെ സ്റ്റോക്കിന് എന്ത് പറയും? അതിന്റെ petiole എന്ന് പറയും. എന്താണ് അതിന്റെ ഫംഗ്ഷൻ? എന്താണ്? petiole it connects the leaf blade to the stem. അപ്പോൾ ഈ ലീഫ് ബ്ലേഡിനെ സ്റ്റെമ്മായിട്ട് കണക്ട് ചെയ്യുന്നത് എന്താണ്? കണക്ട് ചെയ്യുന്നത് അതിന്റെ സ്റ്റോക്ക് ആണ്. അപ്പോൾ petiole is the stalk of the leaf. Next one, the lamina or leaf blade. ഈ lamina or leaf blade എന്താണ്? It is the flattened blade like structure. അപ്പോൾ ഫ്ലാറ്റൻ ബ്ലേഡ് ലൈക്ക് സ്ട്രക്ചർ ആണ് എന്ത്? നമ്മുടെ ലാമിന അഥവാ ലീഫ് ബ്ലേഡ്. അതുകൊണ്ടാണ് ഇതിന് പേരെന്ത് വന്നത്? ലീഫ് ബ്ലേഡ് എന്ന് വന്നത്. അപ്പം എ ടിപ്പിക്കൽ ലീഫ് കൺസിസ്റ്റ് ഓഫ് മെയിൻലി 3 പാർട്സ്. They are the leaf base, petiole and the lamina. What about the leaf base? Leaf base, it is the region where the leaf is attached to stem. Stem ആയി കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗമാണ് എന്ത്? Leaf base. Then petiole is the stalk of the leaf. The last one, lamina or leaf blade, എന്താണ്? It is the blade like structure. It is flattened blade like structure. അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ള 3 പാർട്സ്. ഇത് കൂടാതെ ഇനിയും ലീഫിൽ കുറെ ഭാഗങ്ങളുണ്ട്. അതൊക്കെ എന്താന്ന് നമുക്ക് പറയാം. ഈ petiole ചില കേസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. petiole എന്താണ്? petiole ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കും, തിന്നായിരിക്കും. തിന്നായിട്ടുള്ള ലോങ് ആയിട്ടുള്ള petioles കാണാം. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ലോങ് ആയിട്ടുള്ള petioles? എന്തിനാണ് എന്നുവെച്ചാല് നമ്മുടെ ലീഫിന് എന്തിനാണ്? ലീഫിന് അറ്റാച്ച് ചെയ്തുകൊണ്ട് എന്തിനാണ്? ചിലപ്പോൾ കാറ്റൊക്കെ വരുമ്പോൾ സംഭവിക്കും, ലീഫിന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെന്റ് ഉണ്ടാവും. എന്ത് കാരണം? ലോങ്ങും തിന്നായിട്ടുള്ള ഈ petiole ഉണ്ടാവുമ്പോൾ ലീവ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെന്റ് ഉണ്ടാവും. അപ്പൊ എന്ത് സംഭവിക്കും? ലീഫിൽ എന്ത് സംഭവിക്കും? ലീഫില് എന്ത് വരും? കൂളിംഗ്. ലീഫിന് കൂളിംഗ് ഉണ്ടാവും. പിന്നെ എന്താണ്? ഫ്രഷ് എയർ കിട്ടാനും എന്ത് സഹായിക്കും? ഈ petiole സഹായിക്കും. അപ്പോൾ കൂളിംഗ് ഉണ്ടാവാനും ഫ്രഷ് എയർ കിട്ടാനൊക്കെ ഈ petioleന്റെ മൂവ്മെന്റ് കൊണ്ട് സംഭവിക്കും. അപ്പോൾ the petiole in some cases the petioles are thin and long. They helps in the cooling of the leaf and help to get the fresh air to the leaf.
അപ്പോൾ കൂളിംഗ് സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഫ്രഷ് എയർ കിട്ടുന്നതിനൊക്കെ നമ്മളുടെ ലീഫ് ബ്ലേഡിനെ സഹായിക്കുന്ന ആരാണ്? അതിന്റെ PTOയുടെ മൂവ്മെന്റ് ആണ്. ഓക്കെ, ദെൻ ഇത് കൂടാതെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാ നോക്കാം. ലീഫിന് വേറെയും കുറെ ഭാഗങ്ങളുണ്ട്, അത് ഏതൊക്കെയാ നോക്കാം. ഫസ്റ്റ് വൺ, അടുത്തത് ഏതാണ്? സ്റ്റിപ്യൂൾ. ഫോർത്ത് വൺ ആണ് സ്റ്റിപ്യൂള്. പിന്നെ എന്തൊക്കെ പഠിക്കാനുണ്ട്? സ്റ്റിപ്യൂൾ ഉണ്ട്, പൾവിനസ് ഉണ്ട്, മിഡ്രിബ് ഉണ്ട്. ഓക്കെ, സ്റ്റിപ്യൂൾ എന്താ നോക്കാം. സ്റ്റിപ്യൂൾ എന്ന് പറഞ്ഞാല് at the base of the leaf, ലീഫിന്റെ ബേസില് ചില കേസിൽ, എല്ലാ കേസിലും ഇല്ല, ചില കേസിൽ at the base of the leaf some small leaf-like structures are present. At the base of the leaf, small leaf-like structures. Okay, lateral ആയിട്ടാണ് small leaf-like structures are present. Lateral പൊസിഷനിലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ in some cases small leaf-like structures arise from the leaf base. These structures are called എന്താണ്? എന്ത് പറയും? സ്റ്റിപ്യൂൾ എന്ന് പറയും. എന്ത് പറയും? സ്റ്റിപ്യൂൾ എന്ന് പറയും. അപ്പോൾ സ്വതവേ എത്ര ഉണ്ടാവും? There are 2 stipules ആണ് ഉണ്ടാവുക. അപ്പോൾ സ്റ്റിപ്യൂൾ എന്താണ്? The small leaf-like structures present at the base of the leaf. ലീഫിന്റെ ബേസ് കാണുന്നതാണ് സ്റ്റിപ്യൂൾ. അടുത്ത എന്താ? പൾവിനസ്. പൾവിനസ് എന്താണ്? ചില ലീഫൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലീഫിന്റെ ബേസിൽ എന്താവും? കുറച്ച് കട്ടി കൂടുതൽ വരുന്നത് കാണാം, കുറച്ച് കട്ടി കൂടി വരുന്നത് കാണാം. അപ്പം അങ്ങനെ കട്ടി കൂടിയ ഭാഗത്തിന് എന്ത് പറയും? പൾവിനസ് എന്ന് പറയും. അപ്പോൾ പൾവിനസ് ഉണ്ടാവുക ചില ലെഗുമിനസ് പ്ലാന്റ്സിലാണ്. അപ്പൊ അത് ആലോചിക്കുക. ഇൻ സം ലെഗുമിനസ് പ്ലാന്റ്സ് at the base of the leaf it is swollen in nature. നല്ല കട്ടി കൂടിയായിരിക്കും, swollen nature ആയിരിക്കും. അപ്പം that portion എന്ത് പറയും? പൾവിനസ് എന്ന് പറയും. In some plants such as leguminous plants, the base of the stem is swollen in nature and it is called pulvinous. എന്താ പറയാ? പൾവിനസ് എന്ന് പറയും. അപ്പൊ സ്റ്റിപ്യൂൾ എന്താന്ന് പഠിച്ചു, പൾവിനസ് എന്താന്ന് പഠിച്ചു. ഇനി അടുത്തത് എന്താണ്? മിഡ്രിബ്. മിഡ്രിബ് എന്താണ്? ലീഫിന്റെ നടുവ് കൂടെ പോകുന്ന മെയിൻ പ്രോമിനന്റ് ആയിട്ടുള്ള വെയിൻ എന്ന് പറയും മിഡ്രിബ്. ഇറ്റ് ഈസ് ദ സെൻട്രൽ പ്രോമിനന്റ് വെയിൻ. അപ്പോൾ കുറെ വെയിൻസ് ഉണ്ടാവും, പക്ഷെ പ്രോമിനന്റ് ആയിട്ട് നടുവിലുള്ള വെയിൻ എന്ന് പറയും ഇറ്റ് ഈസ് എ സെൻട്രൽ പ്രോമിനന്റ് വെയിൻ ഈസ് കോൾഡ് മിഡ്രിബ്. അപ്പം സെൻട്രലുള്ള പ്രോമിനന്റ് ആയിട്ടുള്ള വെയിൻ എന്ന് പറയും മിഡ്രിബ് എന്ന് പറയും. അപ്പോൾ ഇത്രയൊക്കെയാണ് ലീഫിന്റെ മെയിൻ ആയിട്ടുള്ള പാർട്സ്. അപ്പം ഈ മിഡ്രിബിന്റെ അകത്ത് എന്ത് വരും? സ്മോൾ വെയിൻസ്, ധാരാളം വെയിൻസ് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ വെയിൻസും ഉണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങൾ ആലോചിക്കാം. ഇപ്പം ലീഫിന് എന്തൊക്കെ ഉണ്ട്? ലീഫിന് ലീഫ് ബ്ലേഡ് അഥവാ എന്തുണ്ട്? ലാമിന ഉണ്ട്, PTOൾ ഉണ്ട്, പിന്നെ എന്താണ്? നമ്മുടെ സ്റ്റിപ്യൂൾ എന്താണ്? ലീഫിനെ പോലെ തന്നെ ഉണ്ടാവും, കാണാൻ ചെറുതായിരിക്കും. അത് എവിടെ ഉണ്ടാവും? ലീഫിന്റെ ബേസിൽ ഉണ്ടെങ്കിൽ അത് എന്ത് പറയും? സ്റ്റിപ്യൂൾ എന്ന് പറയും. അതുകൂടാതെ എന്താണ്? നമ്മുടെ പൾവിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ PTOളിന്റെ അറ്റത്തായിട്ട് ലീഫിന്റെ ബേസിലേക്കായിട്ട് എന്തുണ്ടാവും? ചില കട്ടി കൂടി, കുറച്ചൊന്ന് കട്ടി കൂടി വരും. അതെന്ത് പറയും? സൊളനായിരിക്കും. അതിനെന്ത് പറയും? പൾവിനസ് എന്ന് പറയും. അടുത്ത് നമ്മുടെ മിഡ്രിബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രൽ പ്രോമിനന്റ് ആയിട്ടുള്ള വെയിൻ എന്ത് പറയും? മിഡ്രിബ് എന്ന് പറയും. അതിന് ചുറ്റിയിട്ട് എന്തുണ്ടാവും? അതിന്റെ മുകളിൽ നിന്ന് ധാരാളം സ്മോൾ വെയിൻസ് വരുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ലീഫിന്റെ സ്ട്രക്ചറിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ലീഫിൽ ഒരു കാര്യം പറയാണ്ട്, കോമ്പൗണ്ട് ലീഫിന്റെ കാര്യം പറയുമ്പോൾ അതില് നമ്മൾ PTOളിന് എന്ത് പറയും? PTOളിന് വേറൊരു പേര് പറയും. അതിന് പല പേരാണ് റാച്ചിസ് എന്ന് പറയും. അപ്പൊ ആ പേരൊന്ന് ആലോചിച്ച് നോക്കുക. റാച്ചിസ്. റാച്ചിസ് എന്താണ്? ഇൻ ദ കേസ് ഓഫ് കോമ്പൗണ്ട് ലീഫ് the petiole is called rachis. അത്രയും മാത്രം ആലോചിക്കുക. അപ്പം ലീഫ് ബേസ്, PTOൾ, ലാമിന, സ്റ്റിപ്യൂൾ, പൾവിനസ്, മിഡ്രിബ്, റാച്ചിസ്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ.
ഇപ്പൊ ഒരു കാര്യം കൂടെ ഉണ്ട്. മിഡ്രിപ്പ് എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? മിഡ്രിപ്പ് എന്തിനാണ്? ആ ലീഫിന് റിജിഡിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മിഡ്രിപ്പ് ഹെൽപ്പ് ചെയ്യുന്നത്. മിഡ്രിപ്പ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ലീഫ് ലാമിനയ്ക്ക് റിജിഡിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുകൂടാതെ എന്തൊക്കെയാണ് നമ്മളുടെ ലീഫിലേക്കുള്ള എന്ത് ട്രാൻസ്പോർട്ട് ഓഫ് എന്തൊക്കെ ലീഫിലേക്ക് എന്തൊക്കെ എത്തിക്കുന്നുണ്ട്? വാട്ടർ, മിനറൽസ്, ഫുഡ്, ഇതൊക്കെ നമ്മളുടെ ലീഫിൽ എത്തിക്കുന്ന ആരാണ്? മിഡ്രിപ്പ് ആണ്. അപ്പോൾ മിഡ്രിപ്പ് ഹെൽപ്സ് ഇൻ ദ റിജിഡിറ്റി ഓഫ് ദ ലീഫ് ആൻഡ് ഓൾസോ ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ, മിനറൽസ്, ഫുഡ് ടു ദ ലീവ്സ്. അപ്പൊ അത്രയും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇനി ലീഫിന്റെ വീനേഷൻ നോക്കാം അല്ലെ. നമ്മൾ വെയിൻസിനെ കുറിച്ച് ലാസ്റ്റ് പറഞ്ഞത്. അപ്പൊ വീനേഷൻ നോക്കാം. എന്താ വീനേഷൻ? അപ്പൊ വീനേഷൻ എന്താണ്? വീനേഷൻ ഈസ് ദ മോഡ് ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് വെയിൻസ് ഇൻ ദ ലീവ്സ് ഈസ് കോൾഡ് venation. Mode of arrangement of veins. Mode of arrangement of veins in the leaf is called venation. അപ്പോൾ വീനേഷൻ നമ്മളിപ്പോ ഒരു ഇല എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ രണ്ട് ടൈപ്പ് വീനേഷൻ. അപ്പോൾ ആ രണ്ട് ടൈപ്പിൽ ഏതെങ്കിലും ഒരു വീനേഷൻ ഉണ്ട്. അപ്പോൾ വീനേഷൻ ഈസ് ടു ടൈപ്സ് ഓഫ് വീനേഷൻ. ഏതൊക്കെയാണ്? റെട്ടിക്കുലേറ്റ് വീനേഷൻ ആൻഡ് പാരലൽ വീനേഷൻ. വീനേഷൻ ആർ ഓഫ് ടു ടൈപ്സ്. ഏതാണ്? റെട്ടിക്കുലേറ്റ് വീനേഷൻ എന്താണ്? രണ്ടാമത് പാരലൽ വീനേഷൻ. എന്താണ് റെട്ടിക്കുലേറ്റ് വീനേഷൻ ആൻഡ് എന്താണ് പാരലൽ വീനേഷൻ? പേരിൽ തന്നെ എന്തുണ്ട്? എന്ത് ടൈപ്പ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ റെട്ടിക്കുലേറ്റ് വീനേഷൻ ഇസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ഏതാണ്? ഡൈക്കോട്ട് പ്ലാന്റ്സ്. അപ്പോൾ ഡൈക്കോട്ട് പ്ലാന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് എന്ത്? റെട്ടിക്കുലേറ്റ് വീനേഷൻ. അപ്പോൾ പാരലൽ വീനേഷൻ എന്തിന്റെ ആയിരിക്കും? മോണോകോട്ട് പ്ലാന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് എന്ത്? പാരലൽ വീനേഷൻ. അപ്പൊ ഇതിനു മുന്നേ നമ്മൾ റൂട്ട് പഠിച്ചപ്പോൾ അങ്ങനെ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. മോണോകോട്ടിൽ ഏത് റൂട്ടാണ്? മോണോകോട്ടിൽ ഏതാണ്? ഡൈക്കോട്ടിൽ ഏതാണ് പഠിച്ചിട്ടില്ലേ? ഡൈക്കോട്ടിൽ ടാപ്പ് റൂട്ടും മോണോകോട്ടിൽ ഏതാണ്? ഫൈബ്രസ് റൂട്ടാണ് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഡൈക്കോട്ട് പ്ലാന്റിൽ റെട്ടിക്കുലേറ്റ് വീനേഷനും മോണോകോട്ട് പ്ലാന്റിൽ പാരലൽ വീനേഷനും ആണുള്ളത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താണ്? എങ്ങനെയാണ് റെട്ടിക്കുലേറ്റ് വീനേഷൻ, എങ്ങനെയാണ് പാരലൽ വീനേഷൻ നോക്കാം. അപ്പൊ നമ്മൾ ലീഫ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഒരു മെയിൻ മിഡ്രിബ് വരും. അതിന്റെ മുകളിൽ എന്താ വരും? ചെറിയ ചെറിയ വെയിൻസ് വരും. ഇനി അതിന്റെ മുകളിൽ നിന്ന് പിന്നെയും വെയിൻസ് വരും. അങ്ങനെ മൊത്തം ഒരു നെറ്റ്വർക്ക് പോലെ ഉണ്ടാവുന്നതാണ് എന്ത്? റെട്ടിക്കുലേറ്റ് വീനേഷൻ. The reticulate venation, in the case of reticulate venation, the veins form a network. The veins form a network. ഒരു നെറ്റ്വർക്ക് പോലെ ഒരു വല നീതമാതിരി ഇങ്ങനെ കിടക്കുന്നതാണ് എന്ത്? റെട്ടിക്കുലേറ്റ് വീനേഷൻ. പാരലൽ വീനേഷൻ എങ്ങനെയായിരിക്കും? In the case of parallel venation, the veins are arranged parallelly to each other. അപ്പം ഇതിലെങ്ങനെയായിരിക്കും? ലീഫ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഓരോ വെയിൻസും എങ്ങനെയാണ്? പാരലൽ ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഓരോ വെയിൻസും പാരലൽ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് പറയും? അതിന് നമ്മുടെ പാരലൽ വീനേഷൻ. നിങ്ങൾ ബനാന ലീഫ് കണ്ടിട്ടില്ലേ? എങ്ങനെയാണ്? അങ്ങനെ ഉണ്ടാവുക. അപ്പോൾ ഓരോ വെയിനും എന്താണ്? ഓരോ വെയിനും പാരലൽ ആയിട്ടാണ് അറേഞ്ച് ചെയ്തത്. അപ്പൊ ആ ടൈപ്പ് വീനേഷൻ എന്ത് പറയും?
നമ്മളുടെ പാരലൽ വീനേഷൻ. ഇൻ ദ കേസ് ഓഫ് പാരലൽ വീനേഷൻ എന്താണ്? The veins are arranged parallelly to each other. Veins are arranged parallelly to each other. അപ്പോൾ ഒരു നെറ്റ്വർക്ക് പോലെ ഉണ്ടാക്കിയതാണെങ്കിൽ എന്താണ്? നമ്മളുടെ റെറ്റിക്കുലേറ്റ് വീനേഷനും പാരലൽ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്? പാരലൽ വീനേഷനും. അപ്പൊ എക്സാമ്പിൾ നിങ്ങൾക്ക് ഡൈക്കോട്ട് പ്ലാന്റ്സിന്റെ ഇവിടെ എഴുതാം, മോണോകോട്ടിന്റെ ഇവിടെ എഴുതാം. ഓക്കെ, ഏതൊക്കെ എക്സാമ്പിൾ നിങ്ങൾക്ക് എഴുതാൻ അറിയില്ലേ? റെറ്റിക്കുലേറ്റ് വീനേഷൻ ഉണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും? ഡൈക്കോട്ട് പ്ലാന്റ്സിന് ഏതൊക്കെയാണ്? മാംഗോ പ്ലാന്റ് എന്താണ്? റെറ്റിക്കുലേറ്റ് വീനേഷൻ ആണ്. ഇവിടെ പാരലൽ മോണോകോട്ട് പ്ലാന്റ്സ് വരുന്നത് ഏതൊക്കെയാണ്? നമ്മളുടെ ബനാന വരും, പിന്നെ എന്താണ്? ഗ്രാസ് ഒക്കെ ഇതിലാണ് വരുന്നത്. ഏത് വീനേഷനാണ് വരുന്നത്? പാരലൽ വീനേഷനാണ് വരുന്നത്. അപ്പം in the case of reticulate venation it is present in the dicot plant. In the case of reticulate venation here the veins form a network. In the case of parallel venation it is present in the monocot plant. Here the veins are arranged parallelly to each other. Example എന്താണ്? ഗ്രാസ്, നമ്മളുടെ ബനാന, ഇവിടെ എന്താണ്? മാംഗോ. നിങ്ങൾക്ക് വാട്ടവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സാമ്പിൾ ഒക്കെ എഴുതാം. അപ്പോൾ വീനേഷൻ എന്താണ് പഠിച്ചു? വീനേഷൻ എന്താണ്? മോഡ് ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് വെയിൻസ് on the leaf lamina. Leaf lamina അല്ലെങ്കിൽ leaf blade ഉള്ള leaf blade ഉള്ള വെയിൻസിന്റെ അറേഞ്ച്മെന്റിനാണ് എന്ത് പറയുന്നത്? വീനേഷൻ. ഇപ്പൊ രണ്ട് ടൈപ്പ് വീനേഷൻ ഏതൊക്കെയാണ്? റെറ്റിക്കുലേറ്റ് വീനേഷനും പാരലൽ വീനേഷനും. ഓക്കെ ആണല്ലോ.